ഇതുപോലെ കാണുന്ന മറ്റൊരു പ്രശ്നമാണ്, ഇപ്പോൾ നമ്മളൊരു വീട് 50 ലക്ഷം രൂപയ്ക്ക് നമ്മൾ അഗ്രി ചെയ്തു, കോൺട്രാക്റ്റോ അഗ്രിമെൻറ്റോ എന്തോ ഉണ്ടാക്കി, കുഴപ്പമില്ല. അങ്ങനെ 40 ലക്ഷം രൂപ കൊടുത്തു, ഇനി 10 ലക്ഷം രൂപ കൂടെ കൊടുക്കാൻ ബാക്കിയുള്ളൂ. അപ്പോഴാണ് കോൺട്രാക്റ്റ് പറയുന്നത് 10 ലക്ഷം കൂടി മതിയാവില്ല, ഇനി ഒരു 25 ലക്ഷം രൂപ കൂടെ വേണം എന്ന് കോൺട്രാക്റ്റ് പറയാണ്. ഇവിടെയുള്ളൊരു വിഷയം, നമ്മൾ നിലവിൽ 40 ലക്ഷം രൂപ കൊടുത്തല്ലോ, അത്രയും രൂപയുടെ പണി അവിടെ ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെയാണ് ഒരു കസ്റ്റമർക്ക് മനസ്സിലാവുക? വർക്കുകൾ അയാൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ 40 ലക്ഷം രൂപ കൊടുക്കുകയും കൊടുത്തു. പക്ഷേ അത് 40 ലക്ഷത്തിന് ആ ഒരു മൂല്യത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നെങ്ങനെയാണ് അത് ചെയ്യിക്കുന്ന ഒരാൾക്ക്, അതിൻ്റെ ഉടമസ്ഥർ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അതിൽ എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ ആദ്യം പറഞ്ഞ കോൺട്രാക്റ്റ് കണ്ടീഷൻ അത് ക്ലിയർ ആണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇല്ലെന്നുണ്ടെങ്കിൽ അപ്രൂവ്ഡ് ഒരു എൻജിനീയറെ കൊണ്ട് ആ നടന്ന വർക്കിൻ്റെ വാല്യുവേഷൻ ചെയ്യിക്കണം. വാല്യുവേഷൻ ചെയ്തു കഴിയുമ്പോൾ കൃത്യമായും നടന്ന വർക്ക് അതിൻ്റെ കൂടെ ഒരു കോൺട്രാക്ടർ പ്രോഫിറ്റ് ഇട്ടു. അപ്രൂവ്ഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ലൈസൻസ്ഡ് എഞ്ചിനീയർ, ചാർട്ടേഡ് എഞ്ചിനീയേഴ്സ്, അവരെല്ലാം അപ്രൂവ്ഡ് എഞ്ചിനീയേഴ്സാണ്. ഓക്കെ. അത് കോടതിയിൽ അത് വാലിഡാണ്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് വാലിഡാണ്. അല്ലാതെ ഇപ്പം നമ്മൾ ലോക്കൽ ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ ചെയ്യിക്കുന്നതിന് നോർമലി വരുന്നൊരു തുക എന്തായിരിക്കും? ഡിപ്പെൻസ് ആണ്, അതായത് എന്തുമാത്രം ഏരിയ ഉള്ള സ്ക്വയർ ഫീറ്റിലാണ് അത് കണക്ക്. സ്ക്വയർ ഫീറ്റിലല്ല അത് വരുന്നത്. ശരിക്കും വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 5,000 മുതൽ മുകളിലേക്കാണ്. പിന്നെ എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റ് തുകയുടെ പെർസെൻറ്റേജ് എസ്റ്റിമേഷൻ ഫീ. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ അത് 0.5% ആവാം, ചിലപ്പോൾ 1% ആവാം, അങ്ങനെയാണ് വരിക. അപ്പം അത് നിങ്ങൾ എത്ര പ്രഗത്ഭരെ കാണുന്നു എന്നുള്ളതിനെ വക്കീൽ ഫീസ് കൂടുന്നത് പോലെ തന്നെ ഇതും കൂടും. കൂടുതൽ ഇതായിട്ടുള്ള ആൾക്കാരെ കാണുവാണെങ്കിൽ അവർ ഫീസ് കൂടുതൽ വാങ്ങും.